ശബരിമല മാസ്റ്റർ പ്ലാനിനായി 220 കോടി അനുവദിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിയുന്നു. 2016-17 മുതൽ 2024-25 വരെ സർക്കാർ അനുവദിച്ചത് 79.72 കോടിയെന്ന് വിവരാവകാശ രേഖ. ദേവസ്വം റവന്യൂ വകുപ്പിന്റെ വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി വി വിനീഷ് ചേർന്നു. വിനീഷ്, വലിയ ഒരു അന്തരം ഈ അനുവദിച്ചു എന്ന് പറയുന്ന കോടിയും ചെലവഴിച്ചു അല്ലെങ്കിൽ വകയിരുത്തി എന്ന് പറയുന്ന കോടികളും തമ്മിലുണ്ട് എന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. എന്തൊക്കെ കണക്കുകൾ, പൊള്ളയായ കണക്കുകൾ തെളിഞ്ഞു വരുന്നു? ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം പതിവ് പോലെ നടക്കുന്നു. പക്ഷേ ആ പദ്ധതികളൊന്നും കൃത്യമായി നടക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് ജനം ടിവി ഈ പുറത്തുവിടുന്ന വിവരാവകാശ രേഖ. പ്രത്യേകിച്ച് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് 220 കോടി രൂപ അനുവദിച്ചെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ വിവരാവകാശ രേഖ പ്രകാരം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി പ്രസംഗത്തിലുടനീളം വിവിധ കേന്ദ്രങ്ങളിൽ പറഞ്ഞിരുന്നതും 220 കോടി രൂപ ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി അനുവദിച്ചിരുന്നു എന്നാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വിവരാവകാശ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് വെറും 79.72 കോടി രൂപ മാത്രമാണ് നാളിതുവരെ ഈ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിലും സംസ്ഥാന സർക്കാർ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. കോടികളാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിലും ശബരിമലയുടെ വികസനത്തിനായി മാറ്റിവെച്ചത് എന്ന പ്രഖ്യാപനം KN ബാലഗോപാലിന്റെ ബഡ്ജറ്റ് അവതരണത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ശബരിമല വികസനത്തിനായി സർക്കാർ ഉപയോഗിക്കുന്നില്ല. ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന് പറയുമ്പോൾ ശബരിമലയുടെ പൂർണ്ണമായ വികസനങ്ങൾ, സ്ഥലമേറ്റെടുപ്പ് കൊണ്ട് ഒപ്പം തന്നെ എത്തുന്ന ഭക്തരുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നത്, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശബരിമല മാസ്റ്റർ പ്ലാനിൽ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്ക് ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2016 മുതൽ 2024 വരെയുള്ള കാലയളവിൽ അനുവദിച്ചത് കേവലം 79 കോടി രൂപയാണ്. 2016-17 കാലഘട്ടത്ത് സർക്കാർ അനുവദിച്ചത് 12 കോടി 18 ലക്ഷം രൂപ. തുടർന്ന് അതിനുശേഷം 2017-18 കാലഘട്ടത്തിൽ 25 കോടി രൂപ അനുവദിക്കുന്നു. 2018-19 കാലഘട്ടത്തിൽ 22 കോടി 44,37,380 രൂപ. 2019-ലാകട്ടെ 2019-2020 കാലഘട്ടം നമുക്കറിയാം, ശബരിമല യുവതി പ്രവേശന വിഷയമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം, വലിയ വിവാദങ്ങൾ സർക്കാരിനെതിരെ ഉയർന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ 1 രൂപ പോലും ശബരിമല വികസനത്തിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. സർക്കാരിനെ ഏറെ വിവാദത്തിലേക്ക് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് സമാനമായ നിലപാട് തന്നെയാണ് ഗോവിന്ദൻ നമ്പൂതിരിയും സൂചിപ്പിച്ചത്. അദ്ദേഹം വിവരാവകാശ പ്രവർത്തകനാണ്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിവരാവകാശ രേഖകൾ പുറത്തുവിടുമ്പോൾ കൃത്യമായി സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ അത് പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ്. കൃത്യമായ പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ സന്നിധാനം മുതൽ പമ്പ വരെയുള്ള പ്രദേശങ്ങളിൽ നവീകരണവും സ്ഥലമേറ്റെടുക്കലൊക്കെ ബന്ധപ്പെട്ടതാണ് മാസ്റ്റർ പ്ലാന്റെ ഭാഗം. പക്ഷേ സർക്കാർ പല ഘട്ടങ്ങളിൽ വാഗ്ദാനം നടത്തുന്നു. ദേവസ്വം ബോർഡ് ഇതിന് ചുക്കാൻ പിടിച്ച് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനായി സംസ്ഥാന സർക്കാർ ഇത്ര കോടി രൂപ അനുവദിച്ചു എന്ന് സംബന്ധിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനപ്പുറം ഇത് യാഥാർത്ഥ്യമായി ഭക്തർക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ, ഭക്തർക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു നിലപാടിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികസന പദ്ധതികൾ ശബരിമലയിൽ നടക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം 220 കോടി രൂപ 2016-17 കാലഘട്ടത്തിലാണ് അനുവദിക്കുന്നത്. അത് 2025 എത്തുമ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ വെറും 79 കോടി രൂപ മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും ഇതിലെ വിരോധാഭാസം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പണം പോലും കൃത്യമായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം ആ പ്ലാനിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും കഴിയുന്നില്ല. അതിൻ്റെ അലംഭാവം ദേവസ്വം ബോർഡിന്, പ്രത്യേകിച്ച് സർക്കാരിന് ശബരിമലയോടുള്ള അലംഭാവത്തിന്റെ പ്രധാന സൂചനകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു മാസ്റ്റർ പ്ലാൻ പദ്ധതി പോലും പാതി വഴിയിൽ ഇത്തരത്തിൽ പണം അനുവദിക്കാതെ പല പദ്ധതികളും നിലച്ചു നിൽക്കുന്നതിന് പ്രധാന ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. രോഹിണി.
എന്തായാലും മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്നു. അനാവശ്യമായ വാദമുഖങ്ങളാണ് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. 220 കോടി ആണ് നൽകിയത് എന്ന് പറയുമ്പോൾ അവിടെ കേവലം 79 കോടി മാത്രമാണ് മുടക്കിയിരിക്കുന്നത് എന്നാണ്. വിനീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.